Hi friends, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്നും ഉണ്ടാക്കുന്നതും പക്ഷെ ചുമ്മാ കളയുന്ന ഒരു സാധനമാണ് റൈസ് വാട്ടർ. പക്ഷെ റൈസ് വാട്ടറിൻ്റെ ഗുണമേന്മ അറിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും അത് കളയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമുക്ക് റൈസ് വാട്ടർ നമുക്ക് എങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ഇടയ്ക്കാണ് യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ഈ റൈസ് വാട്ടർ അല്ലെങ്കിൽ അരി കുതിർത്തിയ വെള്ളം, കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം ഇതെല്ലാം ഭയങ്കര ട്രെൻഡായിട്ട് മാറിയത്. പക്ഷെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ കൊറിയയിലും ജപ്പാനിലുമെല്ലാം അവിടുത്തെ ആൾക്കാർ അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനൊക്കെ ഒരുപാട് ഈ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി ഇപ്പോൾ തന്നെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സുകൾ അവരുടെ പ്രോഡക്ട്സിൽ ഈ ഒരു കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരിയെല്ലാം അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ ഫേസൊക്കെ ഇപ്പോൾ നമുക്ക് റഫായിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് റഫായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്തായിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് പോർസ് എല്ലാം ഷ്രിങ്ക് ചെയ്യാനും മുഖത്ത് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നമ്മുടെ കോംപ്ലക്ഷൻ ഫേസിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഇതൊരു നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. സോ നമ്മൾ ചുമ്മാ ഒഴുക്കിക്കളയണ ഈ കഞ്ഞിവെള്ളത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനം ഞാൻ കുറച്ച് നിങ്ങൾക്ക് കോമൺലി വരാവുന്ന കുറച്ച് സംശയങ്ങളുടെ ഉത്തരം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത്. കൂടാണ്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം നമ്മൾ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. 1 നമ്മൾ അരി കഴുകിയ വെള്ളം, 2 നമ്മുടെ കഞ്ഞിവെള്ളം, 3 പുളിച്ച കഞ്ഞിവെള്ളം. അപ്പം ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ ആ പ്രോസസ്സിലോട്ട് പോകാം. ഈ ഒരു റൈസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബ്രൗൺ റൈസോ ജാസ്മിൻ റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ എടുക്കാവുന്നതാണ്. അരി നമ്മൾ ആവശ്യത്തിന് എടുത്ത ശേഷം നന്നായിട്ട് 2-3 തവണ കഴുകുക. ഈ റൈസ് വാട്ടർ നമുക്ക് 3 മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തേത് സോക്ഡ് റൈസ് വാട്ടർ ആണ്, അതായത് അരി കുതിർത്തി വെച്ച വെള്ളം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കുക. ഇതൊരു 6 മണിക്കൂർ കുതിരാൻ വെച്ച വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. സോ നന്നായിട്ട് അരി ഞരണ്ടിയ ശേഷം ആ വെള്ളം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ ഇത് നമുക്കൊരു ക്ലെൻസറായിട്ടും അതുപോലെ തന്നെ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അടുത്ത മെത്തേഡ് ബോയിൽഡ് റൈസ് വാട്ടർ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ചോറ് വെക്കുന്നതല്ലേ, അപ്പോൾ ചോറ് വെക്കുമ്പോൾ ആ കഞ്ഞിയുടെ വെള്ളം നമ്മൾ ഇതുപോലെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ സ്പ്രേ ബോട്ടിലിൻ്റെ 3/4 ഭാഗം കഞ്ഞിവെള്ളവും 1/4 ഭാഗവും വെള്ളവും ചേർത്ത് വേണം യൂസ് ചെയ്യാൻ. അതായത് കോൺസെൻട്രേറ്റഡ് കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്ത മെത്തേഡ് പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഫെർമെന്റഡ് റൈസ് വാട്ടർ എന്നാണ്. അതായത് നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത ശേഷം ഒരു 24 മണിക്കൂർ നമ്മൾ അതൊന്ന് തുറന്നു വെക്കണം. 24 മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പുളിച്ചിട്ടുണ്ടാവും. ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിന് മറ്റ് 2 മെത്തേഡിനേക്കാളും ഗുണമേന്മ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ 3 മെത്തേഡിൽ ഏതാണ് ഇഷ്ടവും സൗകര്യം എന്നനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്ലെൻസറായിട്ടും ടോണറായിട്ടും ഇത് യൂസ് ചെയ്യാം. സോ ക്ലെൻസറായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലിൽ കഞ്ഞിവെള്ളം എടുത്ത് നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൺ എടുത്ത് നമ്മുടെ ഫേസ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. സോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിലും ഡേർട്ടും എല്ലാം കളയാൻ ഇത് വളരെയധികം സഹായിക്കും. കഞ്ഞിവെള്ളം ഫേസിന് മാത്രമല്ല മുടിക്കും വളരെ നല്ലതാണ്. സോ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു റൈസ് വാട്ടർ ഫോർ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് നല്ല മാറ്റം, മുടിയുടെ കുഴിച്ചിലെല്ലാം മാറി മുടി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. സോ ആ
വീഡിയോൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ക്ലെൻസർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടല്ലോ. ഇനി അടുത്തത് ടോണർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് കാണിച്ചിരുന്നത്. സോ നമ്മുടെ റൈസ് വാട്ടർ നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് അതിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റൈസ് വാട്ടർ നമ്മുടെ പോസിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ഇത് നമ്മുടെ മുഖം നല്ല സ്മൂത്തൻ ആക്കുകയും മോയ്സ്ചറായിട്ട് ഇരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നല്ലൊരു ക്ലെൻസറായിട്ടും അല്ലെങ്കിൽ ടോണറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കഞ്ഞിവെള്ളം. നമ്മുടെ എല്ലാവരും വീട്ടിൽ അരിവെക്കുന്നതാണ്. ആ കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ ഒഴുക്കിക്കളയുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടോ, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.